വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നിങ്ങൾക്ക് എത്തിച്ചു തരാൻ കൽപ്പിക്കപ്പെട്ടത് വ്യക്തതയോടെ എത്തിച്ചു നൽകുക എന്നതല്ലാതെ ഞങ്ങൾക്ക് മേൽ യാതൊരു ബാധ്യതയുമില്ല. നിങ്ങളെ സന്മാർഗത്തിലാക്കുക എന്നത് ഞങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല. ബലാഗ് എന്ന പദത്തിൻ്റെ അർത്ഥം ടു റീച്ച് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മെസ്സേജാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന രീതിയിൽ, അഥവാ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതി വ്യക്തമായി കാണാൻ സാധിക്കും. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറാൻ മാത്രം പവർഫുള്ളാണ് ഖുർആൻ്റെ മെസ്സേജ്. പ്രവാചകന്മാരുടെയും നമ്മുടെയും ബാധ്യത ഈ സന്ദേശം ജനങ്ങളിലേക്ക് വ്യക്തമായി എത്തിച്ചു നൽകുക എന്നതാണ്. ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. അള്ളാഹു ഈ ആയത്തിൽ ബലാഗ് എന്ന പദത്തിൻ്റെ കൂടെ ഉപയോഗിച്ചത് മുബീൻ എന്ന പദമാണ്. മുബീൻ എന്ന പദത്തിൻ്റെ അർത്ഥം ക്ലാരിറ്റി എന്നാണ്, അഥവാ മെസ്സേജ് ദാറ്റ് മേക്സ് ട്രൂത്ത് ക്ലിയർ ഫ്രം ഫോൾസ്ഹുഡ്. ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹു ലനർജുമന്നക്കും വലയമസന്നക്കും മിന്നാ അദാബുൻ അലീം. ആ ജനം പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ദുശ്ശകുനമായാണ് കാണുന്നത്. നിങ്ങൾ ഇത് നിർത്തുന്നില്ലെങ്കിൽ ഉറപ്പായും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടും. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ നോവുറ്റ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ഈ രീതിയിലുള്ള പ്രതികരണം ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ സത്യസന്ദേശവുമായി അയച്ചിട്ടുണ്ടോ അവിടെയുള്ള ജനതയൊക്കെ ഈ സത്യത്തെ നേരിട്ടത് വയലൻസിലൂടെയോ അല്ലെങ്കിൽ അപഹസിക്കുന്ന വാക്കുകളോ കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഈ സത്യത്തെ നേരിടാൻ ഇൻ്റലക്ച്വലി സാധിച്ചിരുന്നില്ല എന്നതാണ്. വെൻ ട്രൂത്ത് ബിക്കംസ് അൺഡിനയബിൾ, റിജക്ഷൻ ബിക്കംസ് വയലന്റ്. അവർ ഈ സന്ദേശം സ്വീകരിക്കാത്ത പക്ഷം കാര്യങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോവുകയാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഈ ആയത്തിൽ അള്ളാഹു പ്രവാചകനെയും വിശ്വാസികളെയും അറിയിക്കുന്നു. ഖാലു ത്വായിറുക്കും മഅക്കും ഐൻ ദുഃഖിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ദുശ്ശകുനം നിങ്ങളോടൊപ്പമുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ ഇതൊക്കെ? എങ്കിൽ നിങ്ങൾ വല്ലാതെ പരിധി വിട്ട ജനം തന്നെ. നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലും തിന്മകൾ ചെയ്യുന്നതിലും അതിര് കവിയുന്ന ഒരു ജനത തന്നെയാകുന്നു. നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണം ഈ ദുശ്ശകുനം ഏറ്റവും യോജിച്ചത് നിങ്ങൾക്ക് തന്നെയാകുന്നു.